ഹലോ, യാൻഡസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സുമാണ്. ഓക്കെ, മെയിൻലി തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം നെക്കിൽ ക്രിക്കോയ്ഡ് കാർട്ടിലേജിന് താഴെയായിട്ട് വരുന്ന വളരെ ഭംഗിയുള്ളൊരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എംബ്രിയോയിൽ ആദ്യം ഉണ്ടാകുന്ന ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് T3 ഉണ്ട്, T4 ഉണ്ട്. T3 എന്ന് പറയുമ്പോൾ ട്രൈഐഡോ തൈറോണിൻ, T4 എന്ന് പറയുമ്പോൾ തൈറോക്സിൻ, ദെൻ TSH എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലേ? അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിലെ എനർജി, അതുപോലെ തന്നെ ഗ്രോത്ത്, അതുപോലെ മെറ്റബോളിസം, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസിൽ വരും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. അതായത് ചില സ്ഥലങ്ങളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതായിട്ട് ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും പേര് പോലെ തന്നെ നമുക്കറിയാം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീഷൻസ് ആയ T3യും T4ും കുറയുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ. അതുപോലെ TSH കൂടുകയും ചെയ്യും. ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ T3യും T4ും കൂടുകയും TSH കുറയുകയും ചെയ്യും. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിലേക്ക് വരും. വെറുതെ ഒരു ക്ലിനിക്കൽ സയൻസ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഒരു നമ്പർ ഇട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നി നമ്മളൊരു ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നും. ഓക്കെ, ഞാൻ റീസെൻ്റ്ലി ഒരു പ്രൊഫഷനിലുള്ള ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ഒബിയസ് ആണ്, ഒരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദിവസം ഒന്ന് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫുഡ് കഴിച്ചിട്ടുള്ളൊരു വണ്ണോ അല്ല, അല്ലെങ്കിൽ ഒരു ഒബിസിറ്റി അല്ല ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു പല കാര്യങ്ങളും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് കാഷ്വലി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന്. ഓക്കെ, സോ നമ്മൾ പറയുന്നത് പോലെ ഫസ്റ്റ് ബൾബ് കത്തി. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം അതിൻ്റെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് വെയിറ്റ് ഗെയിൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് പുള്ളിയോട് വീണ്ടും ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളിയോടൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി, നമുക്കൊരു കുളു മണാലി ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഇല്ലോ, എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് തണുപ്പ് സഹിക്കാനേ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടി, ദാറ്റ് ഈസ് കോൾഡ് ഇൻടോളറൻസ്, അല്ലേ? ആദ്യം വെയിറ്റ് ഗെയിൻ പറഞ്ഞു, രണ്ടാമത്തെ കോൾഡ് ഇൻടോളറൻസ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വെയിറ്റ് ഗെയിൻ പറഞ്ഞു, അതുപോലെ തന്നെ കോൾഡ് ഇൻടോളറൻസ് പറഞ്ഞു. ഇനി ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാളുടെ വൈറ്റൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാളെ സംബന്ധിച്ച് BP കുറവായിരിക്കും. ദാറ്റ് ഈസ് ഹൈപ്പോ ടെൻഷനും അതുപോലെ തന്നെ ബ്രാഡികാർഡിയൻ ഉണ്ടാകും. ഓക്കെ, സോ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ബ്രാഡികാർഡിയൻ, ഹൈപ്പോ ടെൻഷനും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കാര്യം നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എപ്പോഴും എനർജിയും അതുപോലെ തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി കുറഞ്ഞിരിക്കും, അല്ലേ? സോ ഫെറ്റീഗും അതുപോലെ തന്നെ വീക്ക്നെസ്സും ആയിരിക്കും ഹൈപ്പോ തൈറോയിഡിസം, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ കിട്ടി. ഇനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാളെ അസസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും കൂടുതലും കോൺസ്റ്റിപ്പേഷൻ അവർക്കുണ്ടാകും. ഓക്കെ, ഇനി സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ ഒരവസ്ഥ ഹൈപ്പോ തൈറോയിഡിസിലുള്ള ഒരാളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ സ്കിൻ എപ്പോഴും ഒരു ഡ്രൈ സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ മുടിയൊക്കെ എപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് പോലെ ആയിരിക്കും. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രിട്ടിൽ എന്ന് പറയും. ഓക്കെ, സോ ഡ്രൈ സ്കിൻ, ബ്രിട്ടിൽ ഹെയർ ഹൈപ്പോ തൈറോയിഡിസിലെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഒരു അല്ലറ ചില്ലറ എന്ന് പറയുന്ന പോലെ ഒന്ന് രണ്ട് സൈൻസ് കൂടെ ഉണ്ട്, ലൈക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസിലുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഇതിൻ്റെ ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർത്ത് കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസമായി. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാനായിട്ട്
മാറിപ്പോകുന്ന സംശയമുള്ളവർ ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഇത്രയും സിംറ്റംസ് പഠിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക് ഹൈപ്പർ തൈറോയിഡിസിൽ എങ്ങനെ വരുമെന്ന്. ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ പറഞ്ഞു, വെയിറ്റ് ഗെയിൻ പറഞ്ഞല്ലേ ഹൈപ്പോ തൈറോയിഡിസത്തിൽ. സോ ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ എന്തായിരിക്കും? വെയിറ്റ് ലോസ് ആയിരിക്കും ഉണ്ടായി. ഹൈപ്പോ തൈറോയിഡിസിൽ നമ്മൾ പറഞ്ഞു കോൾഡ് ഇൻടോളറൻസ് ആണെന്ന്. സോ ഹൈപ്പർ തൈറോയിഡിസിൽ ഉറപ്പായിട്ടും ഹീറ്റ് ഇൻടോളറൻസ് വരും. ഇനി ഹൈപ്പോ തൈറോയിഡിസിൽ നമ്മൾ പറഞ്ഞു ബ്രാഡിക്കാർഡിയം ഹൈപ്പോ ടെൻഷനാണെന്ന്. ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ടാക്കിക്കാർഡിയ വന്നിട്ട് ചിലപ്പോൾ ഏട്രിയൽ ഫിബ്രിലേഷൻ വരെ പോകും. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുമ്പോഴത്തേനും വീക്ക്നെസ്സും ഫെറ്റീഗും പറഞ്ഞെടുത്ത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരുമ്പോഴത്തേനും ഇൻക്രീസ്ഡ് ആക്ടിവിറ്റിയിലേക്ക് വരും. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞത് ഹൈപ്പറിൽ വരുമ്പോഴത്തേനും ഡയറി ആയിട്ട് വരും. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസിൽ ഡ്രൈ സ്കിന്നും അതുപോലെ തന്നെ ബ്രിട്ടിൽ ഹെയറും പറഞ്ഞെടുത്ത് ഹൈപ്പർ തൈറോയിഡിസിൽ വരുമ്പോഴത്തേനും സ്മൂത്ത് സോഫ്റ്റ് സ്കിന്നും ഹെയറും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അവിടെ അല്ലറ ചില്ലറ പറഞ്ഞ സാധനം ഹൈപ്പർ തൈറോയിഡിസിലേക്ക് വരുമ്പോഴത്തേനും എക്സോഫ്താൽമോസിസ് എന്ന് പറയും. എക്സോഫ്താൽമോസ് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈപ്പർ തൈറോയിഡിസ് ഉള്ളവർക്കാണ് ഈ കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ തുറച്ച് നോക്കാതെ തന്നെ അവരെ കണ്ണിങ്ങനെ ബൾജ് ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് എക്സോഫ്താൽമോസിസ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസിലെയും ഹൈപ്പോ തൈറോയിഡിസത്തിലെയും അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസിലെയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, സോ ഇത് കൺഫ്യൂഷനുള്ളവർ ഹൈപ്പോ തൈറോയിഡിസം മാത്രം പഠിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു നേഴ്സാണ്, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ഏറ്റവും ഹൈ സാലറിയിൽ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ANS അക്കാഡമി നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസായ എയിംസിനും ശ്രീചിത്രയ്ക്കും അതുപോലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പേഴ്സിൽ വിളിക്കുക. ഓക്കെ, സോ വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.